2026 ഓഗസ്റ്റ് മാസം 20-ാം തീയതി. ഇപ്പോൾ സമയം 9:20 പാലായിലെ വെള്ളപ്പൊക്ക ദൃശ്യങ്ങളാണ് വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കടപ്പാട്ടൂർ പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആറ് നിറഞ്ഞു കവിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. പാലാ കൊട്ടാരമറ്റത്ത് ആ റോഡിൽ ഇപ്പോഴും വാഹന ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ വെള്ളമുണ്ട്. സാന്തോർ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുൻവശത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലും ഇതുപോലെ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ കാണുന്നത് കടപ്പാട്ടൂർ അമ്പലമാണ്. ഈ കടപ്പാട്ടൂർ അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ കൂടെ കയറി വരുന്ന വെള്ളം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 1.5 അടി 2 അടിയോളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. തെളിഞ്ഞ അന്തരീക്ഷമാണ് പാലായിലുള്ളത്. ഇപ്പോൾ നല്ല ഒരു വെയിലുള്ള സമയമാണ്. വെയിലൊക്കെ വന്നിട്ടുണ്ട്. ആറ്റിലൂടെ സാവധാനം വെള്ളം ഇറങ്ങുന്നു. വെള്ളം ഇപ്പൊ ഒഴുക്കുണ്ട്, നന്നായിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വെള്ളത്തിന്റെ ഇറക്കത്തിന് വലിയ സ്പീഡില്ല. കടപ്പാട്ടൂർ പാലത്തിലൂടെ അത്യാവശ്യം വണ്ടിയൊക്കെ ഇവിടെ പാലായിലെ ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ല. കാരണം ഇവിടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊന്നും ഇല്ല. ഇന്ന് അവധിയാണ്. അതായതാണ് പാലായിലെ പടിഞ്ഞാറോട്ട് മീനച്ചിലാർ ഒഴുകുന്നത്. ഇത് പഴയ നടപ്പാലമാണ് എന്റെ മുമ്പിൽ ഈ കാണുന്നത്. നടപ്പാലത്തിന്റെ താഴെയിലൂടെ ഇങ്ങനെ ഒഴുകിയാണ്. ഇവിടെ ഇങ്ങനെ ഒത്തിരി മുളയൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട് പാലത്തില്. ഈ രീതിയിൽ പാലായിലെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഇതാണ്. പാലാ ടൗണിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പാലായിലെ ബൈപ്പാസ് റോഡിലൂടെ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 10 മണിയോടുകൂടി പാലായിലെ കുറച്ചുകൂടെ മാറ്റം വരും. ഇവിടെ വൈദ്യുതി ലൈനുകളെല്ലാം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഒരു 10 മണി സമയത്തോടുകൂടി ലൈനൊക്കെ ഓൺ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പാലായിലെ ഇന്ന് ഏതാണ്ട് ഒരു ആശ്വാസത്തിന്റെ വാക്കുകളാണ് പറയാനുള്ളത്. വെള്ളം ഇറങ്ങി തുടങ്ങി. പാലാ സാധാരണ രീതിയിലേക്ക് നാളെ മുതൽ തിരിച്ചു വരാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അനേകം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പാലായില്. അതോടൊപ്പം തന്നെ ഒത്തിരി സ്ഥാപനങ്ങളിലും കടകളിലും എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അതെല്ലാം ഇനി നാളെ ക്ലീനിങ് നടത്തി പാലാ പഴയ പടിയിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. പാലാ കൊട്ടാരമറ്റം 24-ാം വാർഡ് കൌൺസിലർ ബിജു മാത്യൂസ്.